ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഗോൾ ബേസ്ഡ് ഏജൻറ് ആണ്. ഓക്കെ, ഗോൾ ബേസ്ഡ് ഏജൻറ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കൊരു ഗോൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു സിമ്പിൾ റിഫ്ലെക്സും മോഡൽ ബേസ്ഡും എല്ലാത്തിൻ്റെയും ഗോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗോൾ ബേസ്ഡ് ഏജൻറ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു ഓട്ടോണോമസ് കാർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഒരു പോയിന്റ് ടു വേറൊരു പോയിന്റ് പോകണം എന്ന് പറഞ്ഞാലേ ഇവർക്ക് അറിയത്തുള്ളൂ ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ സ്ട്രെയിറ്റ് പോകണോ എന്നുള്ളതൊക്കെ. റോഡല്ലേ, പല പല ഡയറക്ഷൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു ഗോള് വരുമ്പോഴത്തേനുമാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത് വാട്ട് ഓൾ ആക്ഷൻസ് നീഡ് ടു ബി ടേക്കൺ. അപ്പം അതിൻ്റെ ഡയഗ്രാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഒരു എക്സ്ട്രാ ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിലോട്ട് ഹൗ ദ വേൾഡ് ഇവോൾവ്സും വാട്ട് മൈ ആക്ഷൻ ഡസ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ എൻവയറമെൻറ്റ്, ഓക്കെ, എൻവയറമെൻറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഡീറ്റെയിൽസ് എടുക്കുവാണ്. ഓക്കെ, സെൻസേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുവാണ്. അതിൻ്റെ അടുത്ത് പ്രീവിയസ് സ്റ്റേറ്റും ഈ വേൾഡിൻ്റെ എങ്ങനെയാണ് ഇപ്പം ചുറ്റുമുള്ള എൻവയറമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും ഞാൻ എന്തെങ്കിലും ആക്ഷൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാവുന്നു. ഓക്കെ, ഇനി ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇനി കുറച്ചുകൂടെ ഞാൻ ലെഫ്റ്റ് പോകാൻ വെച്ചാൽ എൻ്റെ ഗോൾ, എൻ്റെ A to B ആണ് എൻ്റെ ഗോള്. ഓക്കെ, ഐ നീഡ് ടു മൂവ് ഫ്രം ലെഫ്റ്റ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ജംഗ്ഷനിൽ നിൽക്കണം, ഐ നീഡ് ടു മൂവ് ലെഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടേൺ ചെയ്യുമ്പോഴത്തേനും ദർ ആർ ഒബ്സ്റ്റിക്കിൾസ്. സോ ഷുഡ് ഐ സ്റ്റേ ഓൺ മൈ ലെഫ്റ്റ് ഓർ ഷുഡ് ഐ ഗോ റൈറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നുള്ളത് ഈ ഒരു ബോക്സാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ നോ, യു ഷുഡ് ഗോ ലെഫ്റ്റ് ഓൺലി. വൈ? ബിക്കോസ് യു ഹാവ് എ ഗോൾ, യു ഹാവ് എ ഡെസ്റ്റിനേഷൻ ടു റീച്ച്. അപ്പോൾ അതിനനുസരിച്ച് ദേ വിൽ ഡിറ്റർമൈൻ വാട്ട് ആക്ഷൻ ടു ഡു. അതിനനുസരിച്ച് എന്താണ് നമ്മൾ ആക്ച്വേറ്റേഴ്സിനെ മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് പല ആക്ഷൻ്റെ പോസിബിലിറ്റീസ് കാണും. ഓക്കെ, നമ്മൾ ആ ഒരു ആക്ഷൻസിനെ നമ്മൾ എവിടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്, നമ്മളുടെ ഗോൾ വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. അപ്പം നേരത്തെ എന്തായിരുന്നു, നേരത്തെ ഇതിന് പകരം നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ആയിരുന്നു അല്ലേ, ഇഫ് ബ്രേക്ക് ഇസ് അപ്ലൈഡ് ദെൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഐ ഹാവ് എ ഗോൾ, ഐ നീഡ് ടു ഗോ ഫ്രം A to B. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഐ നീഡ് ടു ടേക്ക് ദിസ് ആക്ഷൻ. അതായത് ഇപ്പോൾ ആക്ഷൻ A ആണോ ആക്ഷൻ B ആണോ എടുക്കേണ്ടത്, ഐ നീഡ് ടു ടേക്ക് ആക്ഷൻ A ഫോർ മൈ ഗോൾ ടു റീച്ച്. അതായത് ഐ നീഡ് ടു മൂവ് ഒൺലി ടു ദ ലെഫ്റ്റ് ഫോർ മൈ ഗോൾ ടു റീച്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഗോൾ ബേസ്ഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, ഗോളുണ്ട് ഇവിടെ. നമ്മൾ ആക്ഷൻസിനെ അനലൈസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്, ഗോളിനെ കൂടെ കൺസിഡർ ചെയ്ത്. റൂൾസ് അല്ല ഇവിടെ വരുന്നത്, ഗോൾസ് ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഏജൻറ്റിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനായിട്ട്, ഒരു ഏജൻറ്റിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരു മെഷറാണ് വരുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ ഫംഗ്ഷനും എക്സ്റ്റേണൽ പെർഫോമൻസും എല്ലാം കൂടിയിട്ടൊരു മെഷറാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി അൺഹാപ്പി സ്റ്റേറ്റ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സെൻസേഴ്സ് ഉണ്ട് അല്ലേ, സെൻസേഴ്സ് എന്ന വേൾഡ് എങ്ങനെയാണ്, ഇപ്പം ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് ഹൗ ഹാപ്പി വിൽ ഐ ബി, അല്ലെങ്കിൽ ഹൗ ഹാപ്പി എന്നുള്ള ഒരു ഹാപ്പിനെസ് അല്ല നിങ്ങളവിടെ നോക്കേണ്ടത്, എത്രമാത്രം പെർഫോമൻസ് മെഷറിൽ ഹൗ ഹാപ്പി യു വിൽ ബി, അല്ലെങ്കിൽ യുവർ പെർഫോമൻസിൽ എത്ര ഹാപ്പി ആയിരിക്കും നിങ്ങൾ എന്നുള്ളൊരു ടേം അവിടെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു അഡീഷണൽ ടേം അവിടെ വരുവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബെസ്റ്റ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓൾ ദ പോസിബിൾ ഔട്ട്കംസിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് വിച്ച് ആക്ഷൻ ടു ഡു എന്ന്. ഇപ്പോൾ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റിൽ നമ്മൾ ഗോൾ വെച്ചിട്ടല്ല പോകുന്നത്. ഗോൾ വെച്ചിട്ടെന്ന് വെച്ചാൽ ഗോൾ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ പെർഫോമൻസിന് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ടെക്നിക്കലി ഇത് എല്ലാം എന്താണ് റിലേറ്റഡ് ആണ്. ലൈക്ക് എല്ലാം ഇപ്പോൾ ഗോൾ ഉണ്ടാവുന്നതും യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷെ ജസ്റ്റ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താണ് ഏജൻസായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു ഏജൻറ്റിനെ എടുത്തു കഴിഞ്ഞാലും യൂട്ടിലിറ്റി ഗോൾസും ഒക്കെ അവിടെ ഒരു ഫാക്ടറാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം അതൊരു ഡ്രൈവിങ് ഫാക്ടറാണ്. ഇപ്പം യൂട്ടിലിറ്റിയിൽ ഇപ്പം എൻ്റെ പെർഫോമൻസ്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം എനിക്ക് ഒരു A to B വരെ പോകണം എന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് A to B വരെ പോകണം. അപ്പം എനിക്ക് എൻ്റെ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ഞാൻ പോയെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റും, ഹൈവേ ആണ്. ഓക്കെ,
ഈ റോഡിലൂടെ പോയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 2 minutes നേരത്തെ ഏർലി എത്താൻ പറ്റും. ബട്ട് റോഡ് കണ്ടീഷൻ ഇസ് ബാഡ്. ഓക്കെ, ബാഡ്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കാറ് ഒരു ഡിസിഷൻ ഉണ്ടാക്കണം. ബേസ്ഡ് ഓൺ വാട്ട്? ഇപ്പം ഇവിടെ നേരത്തേൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഗോൾ ബേസ്ഡ് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗോൾസ് അല്ലേ. അപ്പോൾ എനിക്ക് A to Bയിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു എന്താണ് ഇത് ലെഫ്റ്റ് അല്ല, ഇത് റൈറ്റ് അല്ല, റൈറ്റിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മേളിൽ മൊത്തം ഞാൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ റൈറ്റിലോട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പം യൂട്ടിലിറ്റി ബേസിസിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയെന്നുണ്ടെങ്കിൽ എന്താണ് പെർഫോമൻസ് ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റോഡ് ചീത്തയായതുകൊണ്ട് തന്നെ ചിലപ്പം വണ്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ യൂട്ടിലിറ്റി ബേസ്ഡ് ആകുമ്പോഴത്തേനും ഞാൻ സ്ട്രെയിറ്റ് റോഡായിരിക്കും ചൂസ് ചെയ്യുക. പിടി കിട്ടിയോ? അപ്പം നിങ്ങൾ ഏത് ബേസിസിലാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ ഏജൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്ടിലിറ്റിയും ഗോൾ ബേസ്ഡും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏജൻസ് 4 ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.